ഹലോ ഗൈസ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കേരളം തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. അതെ, ചതുരംഗപ്പാറ. പുൽമേടുകളും കാറ്റാടിപ്പാടങ്ങളും ചെങ്കുത്തായ മലകളും കാറ്റുമൊക്കെയുള്ള ഒരു മനോഹരമായ വ്യൂ പോയിൻ്റാണ് ചതുരംഗപ്പാറ വ്യൂ പോയിൻ്റ്. ഗൈസ്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുതേ. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി ഒരു പോക്കറ്റ് റോഡ് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും ഏലം കൃഷിയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് കാറ്റാടി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചതുരംഗപ്പാറയിലെത്തി. ഇനി മുൻപോട്ടുള്ള റോഡെല്ലാം തന്നെ ഓഫ് റോഡ് ആയതിനാൽ ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനം കൊണ്ട് നമുക്ക് കുറച്ച് ദൂരം വരെ മുൻപോട്ട് പോകാൻ സാധിക്കും. വളരെ മോശമായിട്ടുള്ള വഴിയാണ് പോകും വഴി. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം സ്വന്തമായി വണ്ടി ഓടിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ പോകാനായിട്ട്. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ഉടുമ്പൻചോലയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയായാണ് ചതുരംഗപ്പാറ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എങ്ങും പശ്ചിമഘട്ടത്തിൻ്റെ പച്ചപ്പും കാറ്റാടിപ്പാടവും ചുറ്റും നോക്കിയാൽ കണ്ണിൽ നിറയുന്ന മനോഹര കാഴ്ചകളുമെല്ലാം നമ്മെ ചതുരംഗപ്പാറയിലേക്ക് ആകർഷിക്കുന്നു. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം കൂടിയാണിത്. തമിഴ്നാടിൻ്റെ വിദൂരമായ കാഴ്ചകൾ നൽകുന്ന വ്യൂ പോയിൻ്റാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മനോഹാരിതയാർന്ന ഗ്രാമങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും പട്ടണങ്ങളുടെയും കാഴ്ചകൾ ഇവിടെ നിന്നും നമുക്ക് കാണാം. മികച്ച രീതിയിൽ കാറ്റ് വീശുന്ന സ്ഥലമായതിനാൽ നിരവധി കാറ്റാടി യന്ത്രങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എപ്പോൾ നോക്കിയാലും നന്നായി കാറ്റ് വീശുന്ന ഒരിടം കൂടിയാണ് ഇവിടം. വിവിധ ആകൃതികളിൽ കാണുന്ന പാറക്കൂട്ടങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. ഇവിടെ നമുക്ക് ജീപ്പുകളൊക്കെ ടോപ്പ് വരെ പോയിട്ട് ഇറങ്ങി പോകുന്നത് കാണാം. നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോയതുകൊണ്ട് നമുക്ക് ടോപ്പ് വരെ പോകാൻ കഴിഞ്ഞില്ല. നമ്മൾ വണ്ടി ഇടയ്ക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് മേളിലോട്ട് പോകുമായിരുന്നു. ഇവിടെ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം. നല്ല രീതിയിൽ കാറ്റ് വീശുന്ന ഭൂപ്രദേശമാണിത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം കേരളവും കാഴ്ചകൾ കാണുന്ന സ്ഥലം തമിഴ്നാടുമാണ്. വളരെ ശക്തമായ കാറ്റാണ്. കാറ്റാടിപ്പാടങ്ങളാണ് ഇവിടുത്തെ മെയിൻ ആകർഷണം. നമുക്കിവിടെ പശ്ചിമഘട്ടത്തിൻ്റെ പച്ചപ്പും കാറ്റാടിപ്പാടവും തമിഴ്നാടിൻ്റെ വിദൂര ദൃശ്യങ്ങളും കാണാം. പണ്ട് പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിന് വന്നപ്പോൾ ചതുരംഗം ഇവിടെ വെച്ച് കളിച്ചതുകൊണ്ട് ഈ സ്ഥലത്തിന് ചതുരംഗം എന്ന പേര് വന്നു എന്നും ഐതിഹ്യമുണ്ട്. അതുപോലെ മലമുകളിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോൾ കൃഷിയിടങ്ങളെല്ലാം വളരെ മനോഹരമായി ഒരുക്കി ഒരു ചതുരംഗ പലക പോലെ തോന്നിപ്പിക്കുന്നതും ഈ സ്ഥലത്തിന് ചതുരംഗപ്പാറ എന്ന പേര് വന്നതെന്നും പഴമക്കാർ പറയുന്നു. നമുക്ക് താഴെ ഒരുപാട് കാറ്റാടിപ്പാടങ്ങൾ കാണാൻ സാധിക്കും. കമ്പം, തേനി എന്നീ സ്ഥലങ്ങളിലെ കാഴ്ചകളാണ് പ്രധാനമായും കാണാൻ കഴിയുന്നത്. കാറ്റാടി യന്ത്രങ്ങൾ നിൽക്കുന്നത് തമിഴ്നാടിൻ്റെ അധീനതയിലാണ്. ഇവിടുത്തെ കാറ്റാടിപ്പാടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കേരള വൈദ്യുതി വകുപ്പിനാണ് നൽകുന്നത്. ചുറ്റുപാടുമായി ഇണങ്ങി വളരുന്ന ജൈവ വൈവിധ്യങ്ങളുടെ ഒരു സങ്കേതമാണിത്. അതിവേഗം കാറ്റ് വീശുന്നതിനാൽ വ്യൂ പോയിന്റ് സന്ദർശിക്കുമ്പോൾ നമ്മൾ നന്നായി ജാഗ്രത പാലിക്കണം. ഇവിടെയുള്ള കാറ്റ് നിമിഷങ്ങൾക്കകം വേഗതയും തീവ്രതയും കൈവരിക്കും. അതിനാൽ പാറയുടെ അരികിൽ നിന്ന് എല്ലായ്പ്പോഴും സുരക്ഷിതമായ അകലം പാലിക്കുന്നത് നല്ലതാണ്. നമുക്ക് കൂടുതൽ സുരക്ഷിതമായി ട്രക്കിംഗ് നടത്താൻ പറ്റുന്ന ഇടമാണെങ്കിലും അത്രയധികം തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഇവിടം. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സമയമെന്ന് പറയുന്നത് മൺസൂൺ കാലത്താണ്. തമിഴ്നാട്ടിലെ സുന്ദരമായ ഗ്രാമങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും ടൗണുകളുടെയും വിദൂര ദൃശ്യങ്ങളാണ് ചതുരംഗപ്പാറ മേട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ഇനിയും ഉണ്ട് കേട്ടോ സ്ഥലങ്ങളേറെ.